എല്ലാവർക്കും നമസ്കാരം. മൗനമൊഴികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അപ്സര ഭാനുമതി. ചുട്ടുപൊള്ളുന്ന വേനലായിരുന്നു അത്. ഒരു കുഞ്ഞിക്കാൽ കുന്നിന്റെ മുകളിലേക്ക് ആയാസപ്പെട്ട് കയറുകയായിരുന്നു. പെട്ടെന്ന് താഴെ നിന്നൊരു വിളി, "ഫൂലൻ, നീ എവിടെ?" ഭയവും വാത്സല്യവും കലർന്ന ആ വിളി അവളുടെ അമ്മയുടേതായിരുന്നു. ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ട് കയറ്റം ഏതാണ്ട് പൂർത്തിയാക്കിയ അവൾ കുന്നിന്റെ മുകളിൽ കൈകൾ കുത്തി നിന്നു. എന്നിട്ട് മുഖം തിരിച്ച് താഴെ നിൽക്കുന്ന അമ്മയെ നോക്കി കൈവീശി. ഒരു ചിരിയോടുകൂടി അവൾ വിളിച്ചു പറഞ്ഞു, "ഞാനിവിടെ ഉണ്ടമ്മേ, ഞാൻ ഈ ലോകത്തിന്റെ ഏറ്റവും മുകളിലുണ്ട്." ആ വാക്കുകൾ ആ കാറ്റിൽ അലിഞ്ഞില്ല. അന്ന് ആരും ഓർത്തില്ല, ഈ കൊച്ചു പെൺകുട്ടി വളരുമ്പോൾ വെറുമൊരു കാറ്റാവില്ല, കൊടുങ്കാറ്റാകുമെന്ന്. 1963 ഓഗസ്റ്റ് 10 ഉത്തർപ്രദേശിലെ ഗോർഹാക്ക പൂർവ എന്ന ഗ്രാമത്തിൽ ദളിത് മത്സ്യത്തൊഴിലാളി സമുദായക്കാരായ മൂല ദേവിദീൻ ദമ്പതികൾക്ക് ജനിച്ച ഫൂലന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ ദുരിതത്തിലും കഷ്ടപ്പാടിലുമാണ്. കുടുംബസ്വത്ത് തട്ടിയെടുത്ത അവളുടെ അച്ഛന്റെ ജ്യേഷ്ഠനോടും മകനോടും അവൾ ചെറുപ്പം മുതലേ കലഹിച്ചു. വെറും 10ാം വയസ്സിൽ അവൾ അവരുടെ മുന്നിൽ ചെന്നു നിന്ന് തന്റെ ഭൂമിക്ക് വേണ്ടി ശബ്ദമുയർത്തി. എല്ലാവരും അവളെ ഒരു തന്റേടിയും പ്രശ്നക്കാരിയുമായി കണ്ടു. എന്നാൽ പിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ട് തലവേദന ഒഴിവാക്കാമെന്ന് വീട്ടുകാരും കരുതി. 11ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള പുട്ടിലാൽ എന്ന വിഭാര്യന് അവളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതൊരു കച്ചവടം തന്നെയായിരുന്നു. അവളെ വിറ്റ വകയിൽ അവളുടെ അച്ഛന് 100 രൂപയും 1 സൈക്കിളും 1 പശുവും കിട്ടി. കല്യാണ രാത്രിയിൽ ഒരു കത്തിയുമായി വന്ന്, "ഞാൻ അതല്പം കീറാം, അപ്പോൾ കളി എളുപ്പമാകുമെന്ന്" പറയുന്ന പുട്ടിലാലിന്റെ മൃഗീയ ക്രൂരത നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 11 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു പെൺകുട്ടി അവളുടെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളുടെ ലൈംഗിക പീഡനത്തിന് ഇരയാവുകയായിരുന്നു. അയാൾ അവളെ ഭീകരമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. നിവൃത്തിയില്ലാതെ അവൾ വീട്ടിലേക്ക് ഓടി വന്നു. ഗ്രാമവാസികളും അയൽക്കാരും, എന്തിന് സ്വന്തം അമ്മ പോലും അതിനവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അവളുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടും തീർന്നില്ല. എന്താടി എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന, ഇങ്ങോട്ട് തെറി വിളിച്ചാൽ അങ്ങോട്ടും തെറി വിളിക്കുന്ന ഒരു ചുണക്കുട്ടിയായിരുന്നു അവൾ. അന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി, അതും ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി, ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ സമൂഹം ഏത് തരത്തിലാകും അവളെ കാണുക എന്ന് നമുക്കറിയാം. കാണാൻ അത്യാവശ്യം ചന്തമുള്ള പെൺകുട്ടിയായിരുന്നു അവൾ. മേൽജാതിക്കാരായ താക്കൂർ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ പലപ്പോഴും അവളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാറുണ്ട്. അവൾ അവരെയെല്ലാം നല്ല പച്ച തെറി വിളിച്ചോടിക്കും. അവളെ തങ്ങളുടെ ഇഷ്ടത്തിന് കിട്ടാതായപ്പോൾ അവർ അവളെപ്പറ്റി പല കഥകളും ഉണ്ടാക്കി. ഇതിനൊക്കെ പുറമെ വല്യച്ഛന്റെ മകൻ മയ്യാദീനുമായിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് കോർക്കും. തർക്കഭൂമിയിലിരുന്ന് അവിടെ വളരുന്ന കടലകൾ തിന്നുകൊണ്ട് വിള തന്റെ കുടുംബത്തിൻ്റെതാണെന്ന് അവൾ പറയും. മുൻപൊരിക്കൽ ഈ മയ്യാദീൻ അവളുടെ തല ചൂടുകട്ടയ്ക്ക് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വീട്ടുകാർ അവളുടെ വിവാഹം വീണ്ടും ഒരു മധ്യവയസ്കനുമായി ഉറപ്പിച്ചു. അവൾ എതിർത്തു. നിവൃത്തില്ലാതെ വന്നപ്പോൾ അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അന്ന് അവൾക്ക് 15 വയസ്സാണ്. മയ്യാദീന്റെ സഹോദരിയുടെ ഭർത്താവായ പോലീസ് ഓഫീസർ മൻസൂഖിന്റെ സ്വാധീനം ഉപയോഗിച്ച് മയ്യാദീൻ ഫൂലിനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു. അവൾ കുറച്ച് കൊള്ളക്കാരെയും കൂട്ടി വന്ന് വീട് കൊള്ളയടിച്ചു എന്ന്. ഫൂലന്റെ അച്ഛനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഫൂലൻ നേരിട്ട് ഹാജരായാലേ അച്ഛനെ മോചിപ്പിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞ ഫൂലൻ പോലീസ് സ്റ്റേഷനിലെത്തി. ചെയ്യാത്ത കുറ്റമേൽക്കാൻ അവൾ തയ്യാറായില്ല. പിന്നെ നടന്നത് ഈ കുറ്റം അവൾ സമ്മതിക്കുന്നതിന് വേണ്ടിയുള്ള കൊടിയ പീഡനമായിരുന്നു. പോലീസുകാർ അവളെ ലാത്തികൊണ്ട് തല്ലി തകർത്തു. എന്നിട്ടും അവൾ വഴങ്ങാതെ വന്നപ്പോൾ അടുത്ത 3 ദിവസത്തേക്ക് ആ പോലീസ് ഓഫീസറും മറ്റ് പോലീസുകാരും ചേർന്ന് അവളെ കൂട്ടബലാത്സംഗം ചെയ്തു. അതിനുശേഷം അവളെ സ്വന്തം അച്ഛന്റെ മുന്നിൽ നഗ്നയാക്കി നിർത്തി. ആ നിമിഷം, ആ മാനസികാവസ്ഥയിൽ അവൾ കുറ്റം സമ്മതിച്ചു. അത് തന്നോട് തന്നെ ലജ്ജ തോന്നിയ, ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു നിമിഷമായി ഫൂലൻ പിന്നീട് പറഞ്ഞു. പക്ഷെ ആ കേസ് കോടതിയിലെത്തിയപ്പോൾ ജഡ്ജിയുടെ മുന്നിൽ അവൾ കുറ്റം നിഷേധിച്ചു. അവൾക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടി വീട്ടിലെത്തിയ അതേ രാത്രിയിൽ മയ്യാദീൻ ഏർപ്പാടാക്കിയ ബാബു ഗുജാർ എന്ന കൊള്ളസംഘ തലവൻ അവളെ തട്ടിക്കൊണ്ടുപോയി. ചമ്പൽ കാടുകളിൽ അവൾ വീണ്ടും ക്രൂരമായ പീഡനത്തിനിരയായി.
എന്നാൽ അവിടെ വെച്ചാണ് അവളുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. സംഘത്തിലെ രണ്ടാമനായ വിക്രമല്ല അവളോട് സഹതാപം കാണിച്ചു. അയാൾ മല്ല സമുദായക്കാരനായിരുന്നു. ഫൂലനും മല്ല സമുദായമാണ്. തലവനായിരുന്ന ഗുജ്ജാറിനോട് വിക്രമല്ലയ്ക്ക് ദേഷ്യവുമുണ്ടായിരുന്നു. ഫൂലൻ വന്ന് 3-ാം ദിവസം വിക്രമല്ല ബാബു ഗുജ്ജാറിനെ വെടിവെച്ചു കൊന്നു. സംഘത്തിന്റെ തലവനായി. ഫൂലൻ ഇനി എന്റെ പെണ്ണാണ് എന്നയാൾ പ്രഖ്യാപിച്ചു. ആദ്യമായി ഒരാൾ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഫൂലൻ അയാളെ പ്രണയിച്ചു. വിക്രമിന്റെ കീഴിൽ അവൾ തോക്കുപയോഗിക്കാനും കുതിരപ്പുറത്ത് സഞ്ചരിക്കാനും നേതാവായി നിലകൊള്ളാനും പഠിച്ചു. അങ്ങനെ ആസ്ഥ ഗ്രാമത്തിലെ മാ ഭവാനിയുടെ അമ്പലത്തിൽ വെച്ച് വിക്രമല്ല ചുവന്ന പട്ട് അവളുടെ തലയിൽ കെട്ടിക്കൊടുത്തു. ഫൂലൻ ദേവി പിറവിയെടുത്തു. കീഴ്ജാതിക്കാരെ സംരക്ഷിക്കാൻ അവതരിച്ച ദുർഗാദേവിയായി അവൾ മാറി. വിക്രമല്ലയുടെ സഹായത്തോടെ അവൾ ആദ്യത്തെ പ്രതികാരം ചെയ്തു. മുൻ ഭർത്താവ് പുട്ടിലാലിനെ വിളിച്ചിറക്കി അവൾ കുത്തി പരിക്കേൽപ്പിച്ചു. ഫൂലൻ ആദ്യമായി ശാന്തമായി സുരക്ഷിതമായി ജീവിച്ച ആ നാളുകൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ജയിൽ മോചിതരായി വന്ന കൊള്ളസംഘത്തിൽപ്പെട്ട താക്കൂർ ജാതിക്കാരായ ലല്ലാറാമും ശ്രീറാമും വിക്രമല്ലയുടെ അധികാരം അംഗീകരിച്ചില്ല. 1980 ഓഗസ്റ്റ് 13 അവർ ഒളിച്ചിരുന്ന് വിക്രമല്ലയെ വെടിവെച്ചു കൊന്നു. ഫൂലന്റെ സംരക്ഷണ വലയം ഒറ്റയടിക്ക് തകർന്നു. അവൾ വീണ്ടും ഒരു ഇരയായി. വിക്രമല്ലയെ കൊന്ന താക്കൂർ സംഘം അവളെ തങ്ങളുടെ ഗ്രാമമായ ബഹ്മായിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങളോളം താക്കൂർ സമുദായത്തിലെ ചെറുപ്പക്കാർ അവളെ ക്രൂരമായി പീഡിപ്പിച്ചു. അവളെ നഗ്നയാക്കി ഗ്രാമത്തിലൂടെ നടത്തിച്ചു. ആ ഗ്രാമത്തിലെ കിണറിൽ നിന്ന് വെള്ളം കോരിപ്പിച്ചു. അവൾ അനുഭവിച്ച പീഡനങ്ങളുടെ ആഴം വാക്കുകൾക്ക് അതീതമായിരുന്നു. ഒടുവിൽ മാൻസിംഗ് എന്ന മല്ല സമുദായക്കാരനായ മറ്റൊരു കൊള്ളക്കാരൻ അവളെ രക്ഷിച്ചു. ഫൂലനും മാൻസിംഗും ചേർന്ന് മല്ല സമുദായക്കാർ മാത്രമുള്ള ഒരു പുതിയ സംഘം രൂപീകരിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ കൊടുങ്കാറ്റ് അടങ്ങുമെന്ന് കരുതിയവർക്ക് തെറ്റി. 1981 ഫെബ്രുവരി 14 പ്രതികാരത്തിന്റെ കനലുകളുമായി ഫൂലൻ ദേവി ബഹ്മായി ഗ്രാമത്തിലേക്ക് തിരികെ എത്തി. ശ്രീറാമിനെയും ലല്ലാറാമിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ ഗ്രാമത്തിലെ ചെറുപ്പക്കാരായ പുരുഷന്മാരെ പിടികൂടി. തന്നെ നഗ്നയാക്കി വെള്ളം കോരിച്ച ആ കിണറിനരികിൽ വെച്ച് അവൾ തന്റെ തോക്കിന് തീ കൊളുത്തി. ആ ദിവസം 22 താക്കൂർ പുരുഷന്മാരാണ് വെടിയേറ്റ് മരിച്ചത്. ഈ സംഭവം ഇന്ത്യ ഒട്ടാകെ ഞെട്ടലുളവാക്കി. ഫൂലൻ ദേവി ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധ കുറ്റവാളിയായി മാറി. അന്നത്തെ മുഖ്യമന്ത്രി VP സിംഗിന് വരെ രാജിവെക്കേണ്ടി വന്നു. പോലീസ് ഭീകരമായി വേട്ടയാടിയിട്ടും ഫൂലനെ പിടിക്കാൻ കഴിഞ്ഞില്ല. 2 വർഷത്തോളം ഈ കള്ളനം പോലീസ് കളികൾ തുടർന്നു. ഒടുവിൽ 1983 തന്റെ 20-ാം വയസ്സിൽ ബിന്ദ് SP ആയിരുന്ന രാജേന്ദ്ര ചതുർവേദി തുടർച്ചയായി അപേക്ഷിച്ചതിന്റെ പേരിൽ അവൾ കീഴടങ്ങാൻ തയ്യാറായി. പക്ഷെ ഒരു കൊള്ളക്കാരിയെ പോലെയല്ല. അവൾ സ്വന്തം ഉപാധികൾ വെച്ചു. തനിക്കും സംഘത്തിനും വധശിക്ഷ നൽകരുത്, പരമാവധി 8 വർഷം തടവ്, അതും കൂട്ടത്തടവ്, മധ്യപ്രദേശിലായിരിക്കണം തടവ്, കൈവിലങ്ങുകൾ ഉപയോഗിക്കരുത്, കുടുംബത്തിന് കൃഷിഭൂമിയും സഹോദരന് സർക്കാർ ജോലിയും നൽകണം. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ചടങ്ങിൽ അന്നത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി അർജുൻ സിംഗിന്റെ മുന്നിൽ മഹാത്മാഗാന്ധിയെയും ദുർഗാദേവിയെയും സാക്ഷിയാക്കി ആ കൊടുങ്കാറ്റ് തന്റെ തോക്ക് താഴെ വെച്ചു. ചമ്പലിലെ കൊള്ളക്കാരുടെ ഒരു യുഗം അവിടെ അവസാനിച്ചു. ഇതിനിടയിൽ മാൻസിംഗിനെ ഫൂലൻ തന്റെ ജീവിത പങ്കാളിയാക്കിയിരുന്നു. ജയിലിൽ കിടക്കുമ്പോഴും പീഡനങ്ങളുടെ കഥ അവസാനിച്ചില്ല. ഒരു ജയിൽ ഡോക്ടർ ഇനിയൊരു ഫൂലൻ ദേവി കൂടി ഉണ്ടാകരുതെന്ന് പറഞ്ഞ് അവളുടെ സമ്മതമില്ലാതെ ഗർഭപാത്രം മുറിച്ചു മാറ്റി. 11 വർഷത്തെ തടവിന് ശേഷം രാഷ്ട്രീയ സമ്മർദ്ദത്താൽ 1994 മുലായം സിംഗ് യാദവ് സർക്കാർ ഫൂലനെതിരെയുള്ള കേസുകൾ പിൻവലിച്ചു. അവിടെയും അവളുടെ കഥ അവസാനിച്ചില്ല. ഒരു കാലത്ത് കൊള്ളക്കാരിയായിരുന്ന ഫൂലൻ 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിർസാപൂരിൽ നിന്ന് വിജയിച്ചു. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ ഒരു കൊള്ളക്കാരി അംഗമായി. എങ്കിലും ആ ജീവിതത്തിന് ഒരു സാധാരണ അവസാനം ഉണ്ടായിരുന്നില്ല. 2001 ജൂലൈ 25 ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് പുറത്തുവെച്ച് ബഹ്മായി കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യാനെത്തിയ ഷേർ സിംഗ് റാണ എന്നയാളുടെ വെടിയേറ്റ് ആ കൊടുങ്കാറ്റ് നിലച്ചു. ഫൂലൻ ദേവിയുടെ ജീവിതം ദുരന്തത്തിന്റെയും
പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയായി ഇന്നും നിലനിൽക്കുന്നു. അവൾ നിയമത്തെ കീഴ്പ്പെടുത്തിയ ഒരു കുറ്റവാളിയായിരുന്നു, അതോ നീതിക്ക് വേണ്ടി പോരാടിയ ഒരു ഇരയായിരുന്നു? ആ ചോദ്യം ഇന്നും ഇന്ത്യയുടെ കറുത്ത സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മുഴങ്ങിക്കേൾക്കുന്നു. നന്ദി, നമസ്കാരം.